ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യൽ വീഡിയോ ആണ്. നമ്മളെ പുതിയ ബാട്ടിക് പ്രിൻറ്റിൻ്റെ കോട്ടണിൽ വരുന്ന ചുരിദാർ മെറ്റീരിയലിൻ്റെ കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ മറ്റേ ഫോൺ ഓൾറെഡി അവിടെ ചാരി വെച്ചിട്ടുണ്ട്, ഷോർട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട്, റീൽസ് ഇടാൻ വേണ്ടിയിട്ട്. റിക്കോർഡിന് ഇതാ ഒരു പൂച്ചനെ കണ്ടിട്ട് അതിനെ കല്ലെറിയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് ചെറിയണ്ടെന്നെല്ലാം പറഞ്ഞ് സമാധാനിപ്പിച്ച് ഓൻ എറിഞ്ഞ്, പക്ഷേ കൊണ്ടിട്ടൊന്നുമില്ല, അങ്ങോട്ടേക്ക് പോയി. ഇപ്പം നമുക്ക് തുടങ്ങാമല്ലേ, നമ്മൾ അങ്കല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് ചുരിദാർ മെറ്റീരിയലിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ബ്രൗൺ കളറാണ്. ബാക്കിലെ പ്രിൻറ്റിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതിൻ്റെ പാൻറ്റും ഷോളും എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറാണ് കേട്ടോ. നല്ല കോംബോ അല്ലേ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത കളർ കോംബോസാണ് ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതാണ് ഷോള് വരുന്നത്. നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റിയ കിഡിലൻ ഷോളാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഷോളാണ്. ഇനി ഞാൻ അടുത്തത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കോലയിലവിടെ വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എടുത്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അടുത്ത വന്നിട്ട് ഇതാ നല്ലൊരു കളർ കോംബോ ആണ്. ഇത് വന്നിട്ട് റെഡ് അല്ല, നല്ല റോസ് കളറില്ലേ അതാണ്. അതും അതിൻ്റെ കോംബോ ആയിട്ട് വരുന്നത് ബ്ലാക്കാണ്. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു എനിക്കിത്. ഇതിൽ പാൻറ്റിൻ്റെ തുണിയാണ് ആ ബ്ലാക്ക് വരുന്നത്. അപ്പം ഞാനതിൻ്റെ ടോപ്പിൻ്റെ തുണി നിവർത്തി കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ടിൽ പ്രിൻറ്റ് വരുന്നത് ഇതുപോലെ വൈറ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വെച്ചിട്ട് വൈറ്റ് ലെഗിന് പെയർ ചെയ്തിട്ട് ഇതിൻ്റെ പാൻറ്റില്ലേ നമ്മുടെ ബ്ലാക്ക് തുണി അത് വെച്ചിട്ട് നമുക്ക് ടോപ്പ് അടിക്കാം കേട്ടോ. കാരണം ലെങ്ത്ത് മീറ്റർ രണ്ടിൻ്റെയും സെയിം ആണ്. അപ്പോൾ പുറകിൽ ഇതുപോലത്തെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഷോളിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒന്നിച്ചിട്ട് മീൻസ് നമ്മുടെ ടോപ്പിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ പെയർ ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ വിട്ടിട്ടെല്ലാം പോവുകയാണെങ്കിൽ ഇത് എഴുതുന്നതായിരിക്കും കുട്ടി എടുത്തിട്ടുണ്ടാകുക എന്ന് ആൾക്കാർ ചോദിക്കും. അത്രയും നല്ല കോംബോ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ബ്ലാക്കും റോസും എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് അടുത്തത് കണ്ടു നോക്കാം. എനിക്ക് ജലദോഷമാണ്, അപ്പം സൗണ്ടിൽ കുറച്ച് മാറ്റം ഉണ്ടാകും, പിന്നെ ഇടയ്ക്ക് ചെറിയ വലിവെല്ലാം കേൾക്കാം. അപ്പോൾ അടുത്ത് വന്നിട്ട് ഇതാണ്. അപ്പം ഈ ഒരു ബ്രൗൺ കളറാണ് ഇതിൻ്റെ പാൻറ്റിൻ്റെ തുണി എന്ന് പറയുന്നത്. അതിൻ്റെ ആ കട്ടിത്തുണി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ ക്വാളിറ്റി എത്രയുണ്ട് എന്നുള്ളത്. ഇത് വന്നിട്ടാണ് നമ്മളെ ടോപ്പ് എന്ന് പറയുന്നത്. ഒരു ചാണകപ്പച്ച കളർ കേട്ടോ, പക്ഷേ രണ്ടും നല്ല അടിപൊളി കോംബോ അല്ലേ. അതിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് ഇതുപോലെയാണ് പ്രിൻറ്റ് വരുന്നത് കേട്ടോ. താഴത്ത് വേറെ പ്രിൻ്റാണ്, എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ഫ്രണ്ടിൽ ഫുള്ളിങ്ങനെ പ്രിൻറ്റ്, താഴത്ത് വേറൊരു പ്രിൻറ്റ് അങ്ങനെ വരുന്നുണ്ട്. പുറകിൽ ഇതുപോലത്തെ ഒരു പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത വന്നിട്ട് അതിൻ്റെ ഷോളാണ്. നല്ല രസമില്ലേ കാണാൻ. നമ്മൾ ഈ വൈറ്റ് ഡ്രസ്സില്ലേ, പ്ലെയിൻ വൈറ്റ് ഡ്രസ്സിനോടെല്ലാം പെയർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാകും കേട്ടോ. അത് കണ്ടുപിടിച്ചെന്നത് എൻ്റെ മുകളിലത്തെ വീട്ടിൽ തന്നെയുള്ളൊരു ഏച്ചി ഉണ്ട്, ആ ഏച്ചിയാണേ. അപ്പം അടുത്ത വന്നിട്ട് അച്ഛൻ്റെ ഫോൺ അടിക്കുന്നുണ്ട്. അടുത്ത വന്നിട്ട് ഈ ഒരു വയലറ്റ് കളറാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വയലറ്റിന് വേണ്ടിയിട്ട്. അത് പക്ഷേ ഞാൻ അമ്മയ്ക്ക് വേണ്ടി മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ പാൻറ്റിൻ്റെ തുണി അച്ഛൻ ഫോൺ എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ തുണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ച കളറാണ്. ഇതാണ് ടോപ്പ് വരുന്നത് കേട്ടോ. നല്ല വയലറ്റ് കളറിൽ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാകും. അതിൻ്റെ പുറകിൽ വരുന്ന ഡിസൈൻ എന്ന് പറഞ്ഞത് ഈ ഒരു ഇലയിലായിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഷോള് എന്ന് പറഞ്ഞിട്ട് ഇതാണ് നമ്മളെ പച്ചയും ആ ഒരു വയലറ്റും തമ്മിലുള്ളൊരു കോംബോ ആണ്. നല്ല രസമില്ലേ കാണാൻ, ഇടാനും നല്ല സുഖമാണ് കേട്ടോ. കുറേ പേര് എന്നോട് ചോദിച്ചു തട്ടായിട്ട് ഇടുമ്പം ഊരി വീണ് പോകുമെന്നെല്ലാം. ഒരിക്കലും ഇല്ല കേട്ടോ, കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്തത് ഞാൻ കാണിച്ചു തരാം. അടുത്ത് വന്നിട്ട് ഇതാണ് ഈ ഒരു നല്ല കട്ടിപ്പച്ച കളറ്. അതിൻ്റെ പാൻറ്റിൻ്റെ തുണി എന്ന് പറയുന്നത് ഈ ഒരു ബ്രൗൺ കളറാണ് കേട്ടോ. ഒരു കാവി കളർ അങ്ങനെ പറയാം നമുക്ക്. അതാണ് കളറ് വരുന്നത്, ബ്രൗൺ അല്ല, ഒരു കാവി കളറ്. നല്ല കോംബോ അല്ലേ. ഞാൻ ടോപ്പിൻ്റെ തുണി നിവർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പം പറയുന്നത് പോലെ തന്നെ ഓർഡർ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങൾ ഓർഡർ തന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഡിസ്പാച്ചിങ് ഉണ്ടാവുമേ. അതുപോലെ ആണ് ഡിസൈന് വരുന്നത്. പുറകിൽ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ കൊടുത്ത സെയിം പാറ്റേൺ പുറകിലും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഷോള് വരുന്നത്. എൻ്റെ മുകളിലത്തെ വീട്ടിൽ ചേച്ചി പെയർ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ വൈറ്റിൻ്റെ വെച്ചാൽ, അത് ഈ ഒരു കളറാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് നമ്മൾ അടുത്ത ഒരു കോംബോ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. അടുത്തത് വന്നിട്ട് ഇതുപോലത്തെ ഒരു ബ്രൗൺ കളറാണ്. അതിൻ്റെ കോംബോ എന്ന് പറയുന്നത് പാൻറ്റിൻ്റെ കളർ എന്ന് പറയുന്നത് ഈ ഒരു പച്ച കളറാണ്. അപ്പം ആദ്യം തന്നെ ഞാൻ ടോപ്പാണ് കേട്ടോ കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ വരും.
ഓക്കെ, പാൻറ്റ് കാണിക്കാം. പാൻറ്റ് ഇതാ ഈ ഒരു നീലപ്പച്ച കളറാണ്. പിന്നെ അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് വരുന്നത്. മൊത്തം ഇങ്ങനെ പുള്ളിപ്പുള്ളി പ്രിൻറ്റും പിന്നെ അടിയിൽ വരുമ്പം നിവർത്തുമ്പോൾ കാണിച്ചാൽ അടിയിൽ ചെറിയ വേറൊരു പ്രിൻറ്റ് നേർങ്ങനെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പുറകിലും പ്രിൻ്റ് അത് ഞാൻ കാണിക്കാൻ വിട്ടു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോള് വന്നിട്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. അതാ ഞാൻ വെച്ച് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. ഇതിൻ്റെ ഒന്നിച്ചിട്ട് ആ ഷോളോ ഫ്രണ്ടിൽ ഇങ്ങനെ വരുമ്പം നല്ല ഭംഗിയില്ലേ. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇതെല്ലാം അടിച്ചിട്ട് ഇടണമെന്നെല്ലാം നമുക്ക് തോന്നിപ്പോവും. അങ്ങനത്തെയും ഡെഡ്ലി കോംബോ എന്നെല്ലാം പറഞ്ഞ കളേഴ്സാണ് കേട്ടോ. അടുത്ത വന്നിട്ട് ഇതാ നമ്മൾ എവർഗ്രീൻ കളർ എന്നൊക്കെ പറയാം നമുക്ക്. നമ്മളെ പച്ചയും ചുവപ്പുള്ളതുപോലെ തന്നെ മഞ്ഞയും ചുവപ്പും. ഇത് ഓറഞ്ചല്ല, മഞ്ഞയാണ് കേട്ടോ. അപ്പോൾ നിവർത്തി കാണിച്ചു തരാം. ഇതുപോലെയാണ് മഞ്ഞ വരുന്നത്. ഇതിൻ്റെ അടിയിൽ പ്രിൻ്റ് വേറെ വരുന്നുണ്ട്. പുറകിൽ ഇതാ ഇതുപോലത്തെ പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. കണ്ട, ഫ്രണ്ടിലും ഇതുപോലെ വൈറ്റ് കളർ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വേറെയും പ്രിൻ്റ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഷോൾ വന്നിട്ട് നല്ല പച്ച കളർ ആണ്. നമ്മളിങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ എല്ലാവർക്കും എന്താ കണ്ണിൽ ഇഷ്ടപ്പെടുന്നൊരു കളറല്ലേ. അപ്പം അതാണ് വരുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മളെ അടുത്തത് നോക്കാം. അടുത്തത് വന്നിട്ട് നമ്മളെ ഫസ്റ്റ് നമ്മളെ സ്റ്റോക്കിൽ ഉണ്ടായ പോലത്തെ ഒരു കളറാണ്. ഇത് വന്നിട്ട് കളർ എന്താ ഇപ്പം പറയുക, ഒരു ചാണകപ്പച്ച. അപ്പോൾ പാൻറ്റ് വന്നിട്ട് പിങ്ക് കളറാണ്, കുറച്ച് കട്ടി പിങ്ക്. ഇതാണ് നമ്മളെ ടോപ്പിൻ്റെ ഭാഗം വരുന്നത്. പുറകിലും എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചൂട് കാലത്ത് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഈ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ അല്ലേ. അപ്പം അതാണ് അതിൻ്റെ ഷോള് വരുന്നത്. ഇതായി കാണുന്നതാണ്, കണ്ടില്ലേ, നല്ല രസമില്ലേ. ഇപ്പോൾ വിഷുവിനെല്ലാം നിങ്ങൾക്ക് ആർക്കെങ്കിലും റിലേറ്റീവ്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, ഇനി കല്യാണത്തിനായിക്കോട്ടെ, നമ്മൾ ഫ്രണ്ടിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിൽ പറ്റിയ നല്ല തുണിയല്ലേ. അപ്പം എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു കളർ കോംബോ ആണ് വന്നിട്ടുള്ളതും. പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ വയലറ്റിൽ വന്നിട്ടുള്ള വേറൊരു കോംബോ ആണ് മഞ്ഞയും വയലറ്റ് കളറും. അപ്പം മഞ്ഞയാണ് പാൻറ്റ് വരുന്നത്. ഇതാണ് അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. വയലറ്റ് ഞാൻ കാണിക്കുന്ന സമയത്ത് എല്ലാവരും ഓടി വന്ന് ചോദിക്കും, പക്ഷെ അന്നേരം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നമുക്ക് 2 പീസ് വയലറ്റ് വന്നിട്ടുണ്ട്. പുറകിലെ ഡിസൈൻ കണ്ടില്ലേ, ഫ്രണ്ടിൽ ഇതുപോലത്തെ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വയലറ്റ് ഇപ്രാവശ്യം നമുക്ക് 2 കോംബോ വന്നിട്ടുണ്ട്. ഒന്ന് പച്ചയും വയലറ്റും, പിന്നെ ഒന്ന് ഇപ്പോൾ കാണിക്കുന്ന ഈ മഞ്ഞയും വയലറ്റും കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. കണ്ടില്ലേ, ഷോളും കൂടി വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി നമ്മളിങ്ങനെ ഉദിച്ച് നിൽക്കുന്ന പോലെ തോന്നില്ല എല്ലാവർക്കും. അപ്പോൾ നമുക്ക് നമ്മൾ അടുത്ത ചുരിദാർ മെറ്റീരിയൽ നോക്കാം കേട്ടോ. അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു കളറാണ്, ഒരു ചാണകപ്പച്ചയും പിന്നെ ലൈറ്റ് പിങ്ക്. ഇതിനെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ടോപ്പ് പാൻറ്റും അടിക്കാം കേട്ടോ. അപ്പോൾ പിങ്ക് കളർ, ലൈറ്റ് പിങ്കാണ് നമ്മളെ പാൻറ്റിൻ്റെ കളർ വരുന്നത്. ഈ ഒരു ചാണകപ്പച്ചയാണ് നമ്മളെ ടോപ്പ് വരുന്നത് കേട്ടോ. പുറകിൽ ഇതുപോലെ ഡിസൈന് കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ഈ ചാണകപ്പച്ചയിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ അടിച്ച് മാറ്റും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അതിപ്പം ഇത്രയും കാലം നമ്മളെ സ്റ്റോക്ക് എടുത്തതിൽ ഒന്നും ഞാനിതുവരെ തയ്ച്ചിട്ട് ഇട്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് അടിക്കാനെല്ലാം കൊടുക്കേണ്ടതെല്ലാം ആലോചിക്കുമ്പോഴാണ് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിത്. ഇപ്പം ജസ്റ്റ് ഒന്ന് വെച്ചിട്ടെല്ലാം നോക്കുമ്പോൾ നമ്മളെ മുഖത്തിനെല്ലാം കുറച്ചൊരു ചേരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിന്. നല്ല രസമില്ല കാണാൻ. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് ഞാൻ അത് എനിക്ക് ഇഷ്ടമായത് കൊണ്ടും കൂടി 2-3 കറക്കം ഞാൻ അധികം കറങ്ങുന്നുണ്ട്. ഓക്കെ, ഞാൻ അടുത്തത് കാണിച്ചു തരാം. അടുത്തത് വന്നിട്ട് ഇതാ ഈ ഒരു കളറാണ്. ചുവപ്പല്ല കേട്ടോ, ഇത് ഒരു റോസ് കളർ അങ്ങനെ പറയാം. അപ്പോൾ പച്ചയാണ് പാൻറ്റ് വരുന്നത്. പിന്നെ നമ്മളെ മെറ്റീരിയൽ, ടോപ്പിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഇതാ ഈ ഒരു കളറാണ് വരുന്നത്. നല്ല രസമില്ലേ. പൊതുവേ റെഡും ഇതാണ് പുറകിൽ ഡിസൈൻ. റെഡും ഗ്രീനും കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അധികം നമ്മൾ സ്റ്റോക്കിൽ ഉണ്ടാകുന്നത് തന്നെയാണ് കേട്ടോ. ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ഇതിൻ്റെ ഷോള് എന്ന് പറയുന്നത്. നേരത്തെ എല്ലാം നമുക്ക് ഈ ഗോൾഡൻ വര കാണാൻ പറ്റും, പക്ഷേ ഇതിൽ അതില്ല കേട്ടോ. ചിലതിൽ മാത്രമേ ഗോൾഡൻ വര വരുന്നുള്ളൂ, ചിലതിനില്ല കേട്ടോ. പിന്നെ ഇത് നമ്മളെ ആദ്യത്തെ കളക്ഷനിൽ ഉണ്ടായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. ഒറ്റൊരു പീസ് മാത്രമാണ് ബാക്കി വന്നിട്ടുള്ളത്, അത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണിച്ചു തരാം. അതിൻ്റെ ഇടയ്ക്ക് ഫോൺ ഓഫാക്കിയിട്ട് ഓണാക്കിയതാണ്.
എൻ്റെ മറ്റേ ഫോണിൽ സ്പേസ് ഇല്ല, അപ്പം അതിടക്കിടക്ക് ഓഫാക്കൽ ഓണാക്കൽ തന്നെയായിരുന്നു പണി. മീൻസ് ഒഴിവാക്കിയിട്ട് പുതിയത് കയറ്റും ഇത് തന്നെ. അപ്പം ഇതാണ് ഇതിൻ്റെ ടോപ്പ് വരുന്നത്. ഇതിൻ്റെ പുറകിലത്തെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. പിന്നെ അതിൻ്റെ ഷോള് വന്നിട്ട് ഇതാണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കണ്ടില്ലേ, ഇതാണ് നമ്മളെ ഷോളും വരുന്നത് കേട്ടോ. എനിക്കൊന്ന് വേറൊരു വീഡിയോയിൽ ഞാൻ ഇതുപോലെ നിർത്താണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടാവില്ല. ഒരു ജലദോഷമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പാന്ന് കുറച്ച് വായി തുറന്ന് സംസാരിക്കാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഇംഗ്ലീഷ് മരുന്ന് കുടിച്ച് മടുത്ത് ലാസ്റ്റ് ഞാനിപ്പോൾ ഹോമിയോയിൽ കയറിയിട്ടുണ്ട്. ഇനി എന്തെല്ലാം അടിച്ചു പോകുമെന്ന് പഠിച്ചുകൊണ്ടറിയാം. ഇപ്പോൾ ശ്വാസകോശം ചൊരിക്കുന്നെല്ലാമാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത വന്നിട്ട് ഇതാണ് പാൻറ്റിൻ്റെ തുണി വന്നിട്ട്. പാൻറ്റിൻ്റെ തുണിയിലും എല്ലാത്തിലും പ്രിൻ്റ് ഉണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മളെ ടോപ്പിൻ്റെ തുണി, പച്ച കളറ്, ഒരു നീലാകാശ പച്ച അങ്ങനെ പറയാം. നീലാകാശ പച്ച അങ്ങനെ ഒരു കളറാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ പുറകിലെ ഡിസൈൻ ഞാൻ വലിയ കാര്യം പോലെ ചുറ്റിട്ട് കാണിച്ചതാണ്, പക്ഷേ കാണുന്നില്ല. അപ്പം തിരിച്ചിട്ട് തന്നെ കാണിച്ചു കേട്ടോ. അപ്പം ഇതാണ് അത് വരുന്നത്. ഇതിൻ്റെ ഷോള് വന്നിട്ട് ഇതാണ്. നല്ല രസമില്ലേ കാണാൻ. ഇതാണ് ഇതിൻ്റെ കോംബോ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ റിക്രൂട്ടിനിടെ ഹാജരായിട്ടുണ്ട്. ഇനി വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചിലപ്പോൾ റിക്രൂട്ടിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ അടുത്തത് വന്നിട്ട് ഈ ഒരു നല്ല അടിപൊളി ബ്ലാക്കിൽ ഗ്രീൻ കളർ വരുന്നതാണ്. മിക്കവാറും ഇത് എൻ്റെ ചേച്ചി എടുക്കുമായിരിക്കും. അവളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒക്കെ ഒന്ന് അയച്ചു കൊടുത്തിന് കേട്ടോ. എനിക്ക് ഇഷ്ടമായത് കൊണ്ടും കൂടിയൊക്കെ അയച്ചു കൊടുത്ത്. വിഷുവിന് എന്തായാലും എടുക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിനെ. അപ്പം ഇതാണ് നമ്മൾ അടുത്തൊരു കളർ കോംബോ എന്ന് പറയുന്നത്. ബ്ലാക്കും ഗ്രീനും കേട്ടോ. പുറകിൽ ബ്ലാക്കിൽ ഗ്രീന് വന്നിട്ടുണ്ട്. ഫ്രണ്ടിലും അതുപോലെ തന്നെ ഫുള്ള് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിസൈനല്ല, പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത്. നമ്മൾ ഇത്രയും കണ്ടതിലെല്ലാത്തിനും ആ ഒരു ബ്ലാക്ക് ആയാലും മീൻസ് ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും സെയിം കളർ കോംബോ അല്ലേ ഇതിൽ. പക്ഷേങ്കിൽ ഷോളിൽ വെറും പ്ലെയിൻ ഷോള് മാത്രമായിട്ട് കളറാണ് വരുന്നത് കേട്ടോ. അടുത്ത വന്നിട്ട് ഈ ഒരു പച്ചയും നല്ല പിങ്ക് കളറും ആയിട്ടുള്ള കോംബോ ആണ്. ഈ ഒരു പച്ച കളറാണ് നമ്മളെ ടോപ്പ് വരുന്നത്. ഒരു മഞ്ഞയും വെള്ളയും അടിക്കുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ പുറകിലത്തെ ഒരു കളറ് മീൻസ് പ്രിൻ്റ് എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. അപ്പം പാൻറ്റിൻ്റെ തുണി ഞാൻ നേരത്തെ കാണിച്ച പോലെ പിങ്ക് കളറാണ്. ഷോള് വന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ പിങ്കും അതുപോലെ പച്ചയും കൂടിയിട്ടുള്ളൊരു കോംബോ ആണ് കേട്ടോ. നല്ല രസമില്ലേ. ഇപ്പോൾ ടീച്ചേഴ്സെല്ലാം ആയിക്കഴിഞ്ഞാൽ സ്കൂളിലെല്ലാം പോകുമ്പോൾ നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. ഓഫീസിലെല്ലാവരും കംഫർട്ടബിളായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അത്രയും നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ അടുത്ത വന്നിട്ട് നമ്മളെ വേറൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോ ആണ് കേട്ടോ. ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ് റെഡ് ആൻഡ് ഗ്രീൻ, അതുപോലെ തന്നെ റെഡ് ആൻഡ് ബ്ലാക്കും. അപ്പം ഇതാണ് നമ്മൾ അടുത്ത റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇതുപോലെ പ്രിൻ്റ് വരും കേട്ടോ. പിന്നെ അതിൻ്റെ പുറകിലത്തെ ഡിസൈൻ എന്ന് പറയുന്നത്, പുറകിലത്തെ പ്രിൻ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പം ഞാൻ ഷോളും കൂടി ജസ്റ്റ് വെച്ചിട്ട് കാണിച്ചു തരാം. റിക്കോൻ്റെ അടുക്കൽ നിന്ന് മാറി ഞാൻ വേറെ റൂമിൽ ഇരുന്നിട്ടാട്ടോ ഉള്ളത്. ഇവിടെ ഹൈ സ്പീഡിലാണ് ഫാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാകും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ. കണ്ടില്ലേ, നല്ല ബ്ലാക്കും റെഡും വരുമ്പോൾ ആ ഒരു ഭംഗി. ഞാൻ അടുത്തത് കാണിച്ചു തരാം. അടുത്ത വന്നിട്ട് ഈ ഒരു ഗ്രേയും അതുപോലെ തന്നെ ഒരു പിങ്കും ആ ഒരു കളറാണ്. മീൻസ് ഈ ലൈറ്റ് കളറെല്ലാം ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്നൊരു കോംബോ ആണ്. അപ്പം ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഏതെങ്കിലും ഒന്ന് ഞാൻ എന്തായാലും എടുക്കും, അത് ഉറപ്പാണ്. അപ്പോൾ അതാണ് ഈ വരുന്നത്. നല്ല രസമില്ല കാണാൻ. ഇതിൻ്റെ പുറകിലത്തെ പ്രിൻ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ആരായാലും ഒന്ന് നോക്കി നിന്ന് പോകും, അങ്ങനത്തെ ഒരു കളറാണ്. പിന്നെ ഇതാണ് അതിൻ്റെ ഷോള് വരുന്നത്. നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഷോളും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഷോളിലും നമ്മളെ ടോപ്പിലും അതുപോലെ പാൻറ്റിൻ്റെ തുണിയിലുള്ള വർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത്. ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ, നമ്മളെ പഴയ വീഡിയോസ് എല്ലാം ഒന്ന് കാണാനും കൂടി ശ്രമിക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.